കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷത്തേക്കുള്ള വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗ്രാമസഭയിലും വർക്കിംഗ് ഗ്രൂപ്പിലും ചർച്ച ചെയ്ത് സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് തയ്യാറാക്കിയ കരട് പദ്ധതി രേഖ ചർച്ച ചെയ്യുന്നതിനായാണ് കമ്മ്യൂണിറ്റി ഹാളിൽ സെമിനാർ നടത്തിയത്. KD പ്രസേനൻ MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് ആ വികസന സെമിനാറിൽ രൂപപ്പെടുത്തിയ പഞ്ചായത്തുകളുടെ പ്ലാനിന്റെ അംഗീകാരം കൊടുക്കേണ്ട അവസാന തീയതിയായി. ചില സമ്മർദ്ദങ്ങൾ വരികയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വീണ്ടും ഒരു 4 ദിവസം കിട്ടും എന്ന തോന്നലുണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ യോഗം 6ാം തീയതിയിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്ന 2-3 ദിവസം, ആ 3 ദിവസത്തിനകം ഈ പഞ്ചായത്തിൻ്റെ പദ്ധതി രേഖ കൂടി അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ കൂടി ജില്ലാ പ്ലാനിംഗ് ബോർഡിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുകയാണ്. അവരുടെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമാണ്, ആ ഭരണാനുമതി ലഭ്യമായെങ്കിൽ മാത്രമാണ് മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതോടുകൂടി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഭരണാനുമതി പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. എന്നാൽ സാങ്കേതികമായ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും പെരുമാറ്റ ചട്ടം നിലവിൽ വന്നാലുമില്ല. നമ്മൾക്ക് പണി നടത്താൻ ഒരു പ്രയാസമില്ല. ഉദ്ഘാടനങ്ങളും പുതിയ പ്രഖ്യാപനങ്ങൾക്കും മാത്രമേ തടസ്സമുള്ളൂ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. ഷക്കീന മുഖ്യാതിഥിയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ശിവദാസൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാതി സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് R. പുഷ്പ സ്വാഗതവും സെക്രട്ടറി V. ആർദ്ര നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.